ഇയാളെ പിടിച്ച് പോലീസ് ഏൽപ്പിക്കുക. ഇതന്നെ വേണ്ട. അയാൾ മദ്യപിച്ചു, എന്താ ചെയ്യേണ്ടത്? ഇവന്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ച് റോഡിലൊക്കെ ഇട്ടിട്ട് ചവിട്ടുന്നു. ഇതാണോ കേരളം? ഇതാണോ പ്രബുദ്ധമായിട്ടുള്ള കേരളം? പണ്ട് ഈ പറയുന്ന മധുവിനെ തല്ലിക്കൊന്നു എന്ന് പറഞ്ഞിട്ട് കുറെ പേര് പരിതപിച്ചിട്ടുണ്ടായിരുന്നു. എവിടെ പരിതാപമൊന്നും ഇല്ല ഇപ്പൊ ആർക്കും. എന്തേ? അവനൊരു ആർട്ടിസ്റ്റാണ്, അവനൊരു സെലിബ്രിറ്റിയാണ്. എന്ന് വെച്ചാല് മാക്സിമം ഇവരെ ചവിട്ടി താഴ്ത്തണം. അതാണ് ഞാന് ഈ വീഡിയോയുടെ തൊട്ട് താഴെ സിദ്ധാർത്ഥൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ കാണാതെ പോയ ഒരു മിസ്റ്റേക്ക്, അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ അങ്ങനെ ചെയ്ത് വിട്ടത്. പക്ഷേ ഇവിടെ 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 ഒരു നാറി ആ ചെറുക്കൻ കള്ള് കുടിച്ചു, സമ്മതിച്ചു, കള്ള് കുടിച്ചു, വണ്ടി ഇടിച്ചു, എല്ലാം സമ്മതിക്കുന്നു. ചെറ്റത്തരം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അവനൊരു സെലിബ്രിറ്റിയാണ്, സമ്മതിക്കുന്നു എന്നും പറഞ്ഞിട്ട് എന്തും ചെറ്റത്തരവും ആ ചെറുക്കൻ്റെ അടുത്ത് കാണിക്കാന്ന് പറയുന്ന നിൻ്റെ ഒക്കെ തറവാട്ട് സ്വത്തല്ല ആ ചെറുക്കൻ. ആ ചെറുക്കൻ്റെ കഴുത്തിലിട്ട് കുരുക്കിട്ട് മുറുക്കുന്ന ഒരു നല്ല മോനുണ്ട് അവിടെ. ഈ ഡബിൾ ഡാഡി സിൻഡ്രോം എന്ന് പറഞ്ഞൊരു സാധനം കൈ ഉണ്ടെങ്കിൽ അത് കയ്യിൽ വെക്കണം, അല്ലാണ്ട് അത് വേറൊരാളുടെ അടുത്ത് കാണിക്കരുത്. സ്വന്തം കുടുംബത്തിൽ പോയി കാണിക്കടാ നീ. അത് നിന്റെ സ്വന്തം കുടുംബത്തിലെ നിന്റെ മക്കളുടെ അടുത്തോ നിന്റെ അനിയന്മാരുടെ അടുത്തോ നിന്റെ തന്തയുടെ അടുത്തോ നീ പോയി അത് കാണിക്ക്. മനസ്സിലായോ? സിദ്ധാർത്ഥ് മദ്യപിച്ചിട്ട് വണ്ടി ഓടിച്ചിട്ട് ഒരാളെ ആ വണ്ടി തട്ടി, അതിന്റെ വീഡിയോ ആയിരുന്നു നിങ്ങൾ ഇത്രയും നേരം കണ്ടോണ്ടിരുന്നത്. പക്ഷെ ഇതല്ല, ഇതിൽ ഞാൻ ലഘൂകരിക്കുകയല്ല ചെയ്തു. ഇതിൽ ഈ നാട്ടുകാർ ചെയ്ത ഒരു പ്രവൃത്തി, അതാണ് ഭയങ്കര ഭീകരമായിട്ട് എനിക്ക് തോന്നുന്നത്. ഇവര് ചെയ്ത ഒരു ക്രിമിനൽ ആക്ടിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ വണ്ടി തട്ടി എന്നാ പിന്നെ ഇയാളെ പിടിച്ച് പോലീസ് ഏൽപ്പിക്കുക. ഇതന്നെ വേണ്ട. അയാൾ മദ്യപിച്ചു, എന്താ ചെയ്യേണ്ടത്? ഇവന്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ച് റോഡിലൊക്കെ ഇട്ടിട്ട് ചവിട്ടുന്നു. ഇതാണോ കേരളം? ഇതാണോ പ്രബുദ്ധമായിട്ടുള്ള കേരളം? പണ്ട് ഈ പറയുന്ന മധുവിനെ തല്ലിക്കൊന്നു എന്ന് പറഞ്ഞിട്ട് കുറെ പേര് പരിതപിച്ചിട്ടുണ്ടായിരുന്നു. എവിടെ പരിതാപമൊന്നും ഇല്ല ഇപ്പൊ ആർക്കും. എന്തേ? അവനൊരു ആർട്ടിസ്റ്റാണ്, അവനൊരു സെലിബ്രിറ്റിയാണ്. എന്ന് വെച്ചാല് മാക്സിമം ഇവരെ ചവിട്ടി താഴ്ത്തണം. അതാണല്ലോ വേണ്ടത്. ഇപ്പൊ കുറെ പേര് പറയായിരിക്കും, എന്താണ് അവൻ ചെയ്തുകൊണ്ടല്ലേ അവനെ ചെയ്തത്, ഇത് ചെയ്യാൻ വേണ്ടിയാണോ ഇവിടെ നാട്ടുകാരുള്ളത്? ഇവിടെ പോലീസുകാരും കേസും കോടതിയും ഒന്നുമില്ലേ? ഇവരാണോ കൈകാര്യം ചെയ്യുന്നത്? ഈ പുറകിലിരിക്കുന്ന ഈ ലോകത്തിൽ ആദ്യമായിട്ട് മദ്യപിച്ചിട്ട് വണ്ടി ഓടിച്ച ആളൊന്നല്ല ഈ സിദ്ധാർത്ഥ്. ഈ ക്രിസ്മസ് ന്യൂ ഇയർ ടൈമിലൊക്കെ മിക്കവാറും എല്ലാവരും മദ്യപിച്ചിട്ടൊക്കെ തന്നെയായിരിക്കും വണ്ടി ഓടിക്കുന്നത്. അത് നല്ലതെന്നല്ല ഞാൻ പറയുന്നത്, അതിനെ അനുകൂലിക്കുകയല്ല ചെയ്തു. പക്ഷേ ഇതിന് പ്രതികരിക്കേണ്ടത് ഇങ്ങനെയല്ല. ഒരാളെ ചവിട്ടി കൂട്ടി ഒരാളെ നാട് റോഡിലിട്ടിട്ട് വലിച്ചിറക്കി കഴുത്തിന് മുറുക്കിയിട്ട് ശ്വാസം മുടിച്ചിട്ടല്ല പ്രതികരിക്കേണ്ടത്. പ്രബുദ്ധ കേരളമാണ് പോലും, പ്രബുദ്ധ കേരളം. നാണമില്ലേ കേരളത്തിലെ ജനങ്ങളെ? നിങ്ങൾക്ക് ഇതിലൊന്നും പ്രതികരിക്കണ്ട അല്ലേ? ബാക്കി എല്ലാത്തിനും ഭയങ്കരമായിട്ട് പ്രതികരിക്കുന്നുണ്ടല്ലോ. ഇതിലൊന്നും പ്രതികരണമൊന്നുമില്ല. എന്ന് വെച്ചാൽ അവനൊരു ആർട്ടിസ്റ്റാണ്. നാണം, ലജ്ജ തോന്നുന്നു കേരളത്തോട്, ലജ്ജ. ഈ ഒരു ഭാഗം ഞാൻ കാണാതെ പോയത് എന്താണെന്നറിയോ? ഈ ഒരു ഭാഗം ഒഴികെ ബാക്കി എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട്. കാരണം എന്താ? അവനൊരു സെലിബ്രിറ്റിയാണ്, അതുകൊണ്ട് എങ്ങനെയൊക്കെ അവനെ താറടിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ താറടിക്കാം. അവനൊരു വളർന്നു വരുന്ന ഒരു കലാകാരനായിപ്പോയല്ലോ. മറിച്ച് ഇങ്ങനൊരു സാധനം അതിലുണ്ടായിട്ട് പോലും ഒരു മീഡിയക്കാരോ ന്യൂസ് ചാനലോ അത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതിന് മുമ്പ് ഞാനിട്ട വീഡിയോയിൽ ഒരു ന്യൂസ് ചാനലിൻ്റെ വോയിസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൽ പോലും പറയുന്നത് അത്രേ ഉള്ളൂ, മദ്യപിച്ചു വാഹനം ഓടിച്ചു, പിന്നെ അവരുടെ കുറച്ച് ഡയലോഗ്. അത് വെച്ചിട്ടാണ് ഞാനും വീഡിയോ ചെയ്തത്. അത് എൻ്റെ മിസ്റ്റേക്ക് ആണെന്ന് എനിക്ക് മനസ്സിലായി. ആ ചെയ്ത നാറി അത് ഏത് മറ്റെടുത്ത മോനാണെങ്കിലും അതിന് പോലീസ് നടപടി എടുത്തേ പറ്റത്തുള്ളൂ. നടു റോട്ടിൽ അത്രയും ആൾക്കാരുടെ മുന്നിൽ വച്ചിട്ട് കൊലപാതക ശ്രമം എന്ന് പറയുന്ന ഒരു കാര്യമാണ് അവിടെ നടന്നിരിക്കുന്നത്. ആ ചെറുക്കൻ്റെ കഴുത്തിലിട്ടിട്ട് കുരുക്കിട്ട് മുറുക്കേക്കുക. അവൻ അവിടെ നിന്ന് പറയുന്നുണ്ട് എനിക്ക് ശ്വാസം മുട്ടുന്നുണ്ടെന്നുള്ളത്. അതിനകത്ത് വേറൊരു നാട്ടുകാരൻ പറയുന്നുണ്ട് കഴുത്തിലാണ് അത് വിടുന്നുള്ളത്. അത്രയും ആൾക്കാരുടെ മുന്നിൽ അത് ചെയ്യുമ്പോൾ അവനുണ്ടാവുന്ന ധൈര്യം ഉണ്ടല്ലോ, ആ ധൈര്യം വെച്ചിട്ട് അവൻ ഇനി ഇതല്ല ഇതിൻ്റെ അപ്പുറത്ത് ചെയ്യും. ഞാൻ ഈ കള്ള് കുടിച്ചതിനെ ന്യായീകരിക്കുന്നില്ല, ഇപ്പോഴും ന്യായീകരിക്കുന്നില്ല, അപ്പോഴും ന്യായീകരിക്കുന്നില്ല എന്നും പറഞ്ഞിട്ട് ഇതുമാതിരിയുള്ള തെണ്ടിത്തരം കാണിക്കുന്നതിനെ സപ്പോർട്ട് ചെയ്യാനും പറ്റത്തില്ല. ശരി, എന്നാൽ ഉടനെ നടപടി ഉണ്ടാവും എന്നൊന്നും ഞാൻ പറയത്തില്ല. കാരണം എൻ്റെ വീഡിയോ അത്ര ആൾക്കാർ കാണുന്നില്ല. പക്ഷേ ഇത് കാണുന്ന ആൾക്കാരുടെ വീഡിയോസ് ഉണ്ടാവും. അവരുടെ വീഡിയോ കണ്ടിട്ടെങ്കിലും അല്ലെങ്കിൽ അവരെങ്കിലും ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിനെതിരെ ഒന്ന് പ്രതികരിക്കും. അവൻ കള്ള് കുടിച്ചെന്നും കരുതിയിട്ട് അവൻ്റെ ഇങ്ങനെ ഒരു കാര്യം നടത്താനുള്ള ഒരു അധികാരവും ഒരാൾക്കും ഇല്ല. അതുകൊണ്ടാ ആ ചെറുക്കൻ എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? ശരി, എന്നാ.